സംസ്ഥാനത്ത് കരൾ മാറ്റിവെച്ചവരുടെ കുടുംബ സംഗമം കോഴിക്കോട് നടന്നു. സംഗമത്തിൽ 600ഓളം പേർ പങ്കെടുത്തു. മരുന്നുകളുടെയും പരിശോധനകളുടെയും സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ നടപടികൾ വേണമെന്ന് സംഗമം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കരൾ രോഗവുമായി പോരാടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവർ ഒന്നിച്ചുകൂടി. മുന്നോട്ടുള്ള യാത്രയുടെ പ്രതീക്ഷയും സ്വപ്നവും അവർ പങ്കുവച്ചു. കോഴിക്കോട് നടന്ന സംഗമത്തിലാണ് തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ സർക്കാരിന്റെ ഇടപെടൽ ഇവർ ആവശ്യപ്പെടുന്നത്. കരൾ മാറ്റിവെച്ചവർക്ക് തുടർ പരിശോധനകൾക്കും മരുന്നുകൾക്കുമായി പ്രതിമാസം വലിയൊരു തുകയാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ ഏകദേശം നല്ല രീതിയിൽ, കാരണം ക്രൗഡ് ഫണ്ടിങ്ങും മറ്റുള്ള രീതിയിലുമൊക്കെ ആയിട്ട് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കണം. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കുറച്ച് വളരെ സംഭവമായിട്ടുള്ളത്. കാരണം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻസാണ്. തുടർന്നുള്ള ചികിത്സയ്ക്കുള്ള ഒരു കൈത്താങ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുക എന്നുള്ളതാണ്. അതിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പോലെ ചുരുക്കം ചില ജില്ലകളിൽ സ്നേഹസ്പർശം എന്ന പദ്ധതിയിലൂടെ കുറച്ചാളുകൾക്ക് മരുന്ന് കിട്ടുന്നുണ്ട്. ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 10,000-ലധികം രൂപ ചിലവ് വരുന്ന ആളുകളുണ്ട്. 10,000-20,000 വരെയൊക്കെ ചിലവ്. കാരണം അതിൻ്റെ ഒരു മരുന്നിൻ്റെ ഒരു അളവനുസരിച്ചിട്ടും അവരുടെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കരൾമാറ്റ സർജറിക്ക് തന്നെ വലിയ ചിലവ് വന്നതിനാൽ പലരും വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. മരുന്നിന്റെയും മറ്റു ഉയർന്ന വില കുറയ്ക്കാൻ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് വില കൂടിയ പ്രതിരോധ മരുന്നുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്പോൺസർമാരിൽ നിന്നും പണം കണ്ടെത്തേണ്ട സാഹചര്യമാണ് നിലവിൽ ഇവർക്കുള്ളത്. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.